എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ക്രിക്കറ്റ് മൈതാനത്ത് ജയവും തോൽവിയും സർവ്വസാധാരണമാണ്. എന്നാൽ പോരാട്ടം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലാകുമ്പോൾ തോൽവി വെറുമൊരു കണക്കല്ല, മറിച്ച് കാലങ്ങളോളം ഉണങ്ങാത്ത നീറുന്ന ഒരു മുറിവായത് മാറുന്നു. ഇന്ന് കൊളംബോയിലെ ചരിത്രപ്രസിദ്ധമായ ആർ പ്രേമദാസ സ്റ്റേഡിയത്തിൽ അരങ്ങേറിയത് സമാനതകളില്ലാത്ത ഒരു കൂട്ടക്കുരുതിയാണ്. ഇന്ത്യയോടേറ്റ നാണം കെട്ടതും ദയനീയവുമായ പരാജയത്തിന് പിന്നാലെ പാകിസ്ഥാൻ ക്രിക്കറ്റിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആർക്കും സങ്കൽപ്പിക്കാൻ പോലും കഴിയാത്തത്ര വലിയൊരു ഭൂകമ്പമാണ്. മത്സരം അവസാനിച്ചയുടനെ പാക് ക്യാപ്റ്റൻ സൽമാൻ അലി ആഖയുടെ പ്രതികരണം കണ്ട് ലോകം മുഴുവൻ അക്ഷരാർത്ഥത്തിൽ സ്തംഭിച്ചുപോയി. തകർന്നുപോയ ഒരു നായകനെ മാത്രമല്ല, സ്വന്തം ടീമിലെ സൂപ്പർ താരങ്ങളായ ബാബർ അസമിനെയും ഷഹീൻ അഫ്രീദിയെയും ലോകത്തിനു മുന്നിൽ വെച്ച് നിഷ്കരുണം വലിച്ചു കീറുന്ന സൽമാൻ ആഖയെയാണ് നാം കണ്ടത്. ഇന്ത്യയെ 175 റൺസ് പ്രതിരോധിച്ചുകൊണ്ട് പാകിസ്ഥാനെ മുട്ടുകുത്തിച്ചതോടെ ആർ പ്രേമദാസ സ്റ്റേഡിയത്തിലെ പാക് ഡ്രസ്സിംഗ് റൂമിൽ ശ്മശാനമൂകത പരന്നു. പോസ്റ്റ് മാച്ച് പ്രസന്റേഷനായി മൈക്കിനു മുന്നിലെത്തിയ സൽമാൻ ആഖയുടെ മുഖത്തെ നിരാശയും കണ്ണുകളിലെ കോപവും ആ തോൽവിയുടെ ആഴം എത്രത്തോളമുണ്ടെന്ന് വിളിച്ചോതുന്നതായിരുന്നു. ഇടറുന്ന ശബ്ദത്തോടെ എന്നാൽ കടുത്ത വാക്കുകളിൽ അദ്ദേഹം പറഞ്ഞു, ഇന്ന് ഈ ചരിത്ര മൈതാനത്ത് നിന്നുകൊണ്ട് കോടിക്കണക്കിന് വരുന്ന പാക് ആരാധകരോട് ഞാൻ തലകുനിച്ച് മാപ്പ് ചോദിക്കുന്നുവെന്നും കഴിഞ്ഞ കുറേ വർഷങ്ങളായി ചെയ്യുന്നതുപോലെ ഇന്നും ആരാധകരുടെ ഹൃദയം തങ്ങൾ നിഷ്കരുണം തകർത്തുവെന്നും അദ്ദേഹം തുറന്നടിച്ചു. T20 ലോകകപ്പിന്റെ ചരിത്രത്തിൽ ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ നേരിടുന്ന 8ാമത്തെ ദയനീയ പരാജയമാണിത്. ക്രിക്കറ്റിലെ വലിയ വേദികളിലോ നോക്കൌട്ട് മത്സരങ്ങളിലോ എത്തുമ്പോൾ ഇന്ത്യയെപ്പോലൊരു പ്രൊഫഷണൽ ടീമിനു മുന്നിൽ തങ്ങൾ വെറും ഗല്ലി ക്രിക്കറ്റ് കളിക്കുന്നവരെ പോലെ മാറുന്നു എന്നത് ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ മരണം പോലെ വേദനിപ്പിക്കുന്ന സത്യമാണെന്ന് അദ്ദേഹം രോദനത്തോടെ സമ്മതിച്ചു. സാങ്കേതികമായി മാത്രമല്ല, മാനസികമായും ഇന്ത്യയേക്കാൾ എത്രയോ പിന്നിലാണ് പാകിസ്ഥാനെന്ന് തുറന്ന് സമ്മതിച്ച അദ്ദേഹം ഇന്ത്യയിൽ നിന്ന് പാക് താരങ്ങൾ വിനയത്തോടെ ക്രിക്കറ്റ് പാഠങ്ങൾ ഉൾക്കൊള്ളേണ്ടതുണ്ടെന്നും ഓർമ്മിപ്പിച്ചു. പാക് ബൌളർമാരെ അക്ഷരാർത്ഥത്തിൽ പിച്ച് ചീന്തിയ ഇഷാൻ കിഷന്റെ 40 പന്തിലെ 77 റൺസ് എന്ന വിനാശകരമായ ഇന്നിംഗ്സിനെ ആഘ വാനോളം പുകഴ്ത്തി. പാക് ബൌളർമാരെ ഒരു കളിപ്പാട്ടം പോലെ കൈകാര്യം ചെയ്ത കിഷൻ ആദ്യ 10 ഓവറിൽ തന്നെ മത്സരത്തിന്റെ വിധി എഴുതി കഴിഞ്ഞിരുന്നു. ഒപ്പം അവസാന ഓവറുകളിൽ അതിവേഗം സ്കോർ ഉയർത്തി ഇന്ത്യയെ സുരക്ഷിതമായ നിലയിലെത്തിച്ച ശിവം ദുബൈയുടെ ഇന്നിംഗ്സും നിർണായകമായി. മറുപടി ബാറ്റിംഗിനിറങ്ങിയ പാകിസ്ഥാനെ തകർത്തെറിഞ്ഞത് ഇന്ത്യൻ പേസർമാരുടെ അച്ചടക്കമാണ്. ഹർദിക് പാണ്ഡ്യയും ജസ്പ്രീത് ബുംറയും കാണിച്ച ആ കില്ലർ ഇൻസ്റ്റിങ്ക്റ്റ് പാക് ബൌളർമാർക്ക് സ്വപ്നങ്ങളിൽ പോലും ഇല്ലായിരുന്നു. എന്നാൽ ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് സൽമാൻ ആഖ തന്റെ സ്വന്തം താരങ്ങൾക്ക് നേരെ തിരിഞ്ഞതോടെയാണ് ഒരു അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചത്. ഒരു ഫ്രണ്ട് ലൈൻ സ്ട്രൈക്ക് ബൌളറിൽ നിന്ന് താൻ പ്രതീക്ഷിച്ചതിന്റെ നേരെ വിപരീതമായ തീർത്തും നിരാശാജനകവും ദിശാബോധവുമില്ലാത്തതുമായ ബോളിംഗാണ് ഷഹീൻ അഫ്രീദി പുറത്തെടുത്തതെന്ന് അദ്ദേഹം ആഞ്ഞടിച്ചു. ഇഷാൻ കിഷനെ പോലൊരു താരത്തിന് കൈകൾ തുറക്കാൻ വേണ്ടുവോളം അവസരങ്ങൾ നൽകിയാൽ അവൻ നിങ്ങളെ ഒരു ഗല്ലി ബൌളറെ പോലെ തല്ലിച്ചതയ്ക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. തുടർന്ന് പാക് ബാറ്റിംഗിന്റെ നെടുംതൂണെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മുൻ ക്യാപ്റ്റൻ ബാബർ അസമിനെതിരെയും ആഖ തീതുപ്പി. ബാബറിന്റെ തികച്ചും അൺപ്രൊഫഷണലായ പ്രകടനം തന്നെ വല്ലാതെ പ്രകോപിപ്പിച്ചുവെന്നും ടീമിന് ഏറ്റവും ആവശ്യമുള്ള ഘട്ടങ്ങളിൽ യാതൊരു പോരാട്ടവീര്യവുമില്ലാതെ അദ്ദേഹം കീഴടങ്ങുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഉത്തരവാദിത്തം ഏറ്റെടുക്കാതെ ബാബർ പവലിയനിലേക്ക് മടങ്ങുകയാണെങ്കിൽ ഇനി ഈ ടീമിൽ അദ്ദേഹത്തിന്റെ സ്ഥാനത്തെക്കുറിച്ച് ഗൗരവമായി ചിന്തിക്കേണ്ട സമയമായിരിക്കുന്നുവെന്ന് സൽമാൻ ആഖ പറഞ്ഞതോടെ പാക് ഡ്രസ്സിംഗ് റൂമിലെ കാര്യങ്ങൾ ഒട്ടും സുരക്ഷിതമല്ല എന്ന് വ്യക്തമായി. എന്ന വ്യക്തിപരമായ അഭിപ്രായത്തിൽ പാകിസ്ഥാൻ ഇന്ന് പറയാൻ ന്യായീകരണങ്ങളൊന്നും ബാക്കിയില്ലായിരുന്നു. ഇതൊരു തികഞ്ഞ വൺ സൈഡഡ് മാച്ചാകുമെന്ന് രാവിലെ തന്നെ ഞാൻ വീട്ടിലും ഓഫീസിലും എല്ലാവരോടും പറഞ്ഞിരുന്നു. കാരണം ഇന്ത്യൻ ടീമിന്റെ ആത്മവിശ്വാസം അത്രത്തോളം മുകളിലാണ്. ഈ ടൂർണമെന്റിന് മുൻപേ തന്നെ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് ആ കോൺഫിഡൻസ് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. മറുവശത്ത് പാക് പ്രധാനമന്ത്രി ഞങ്ങൾ കളിക്കില്ല എന്ന് പ്രസ്താവന ഇറക്കുന്നു, എന്നാൽ കളിച്ചിട്ട് എന്ത് നേടി? കുറച്ചധികം കാശ് കിട്ടി, അതിൽ സന്തോഷിക്കുക. കാരണം നിങ്ങൾക്കൊരിക്കലും ജയിക്കാൻ കഴിയില്ല. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മത്സരങ്ങൾ 2012 മുതൽ 2019 കാലഘട്ടം വരെ ഒരു പോരാട്ടമായിരുന്നു. എന്നാൽ ഇന്നത് ഒരു മത്സരമേ അല്ല. ഇന്ത്യ അവരെ എല്ലാ മേഖലയിലും അടിച്ചമർത്തിയിരിക്കുന്നു. ബുംറയുടെ 2 ഓവറിലെ 17 റൺസും 2 വിക്കറ്റും പാകിസ്ഥാന്റെ നട്ടലൊടിച്ചു. പാക് ക്യാപ്റ്റൻ തന്നെ പറയുന്നത് കേട്ടില്ലേ, വിക്കറ്റുകൾ തുടർച്ചയായി വീണപ്പോൾ അവർക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ലായിരുന്നുവെന്ന്. ലോകകപ്പ് കിരീടത്തിലേക്കുള്ള ഇന്ത്യയുടെ മറ്റൊരു സുപ്രധാന ചുവടുവെപ്പാണിത്. ഇതിൽ നിന്ന് ലോകകപ്പിന്റെ ഭാവിയെക്കുറിച്ചുള്ള വളരെ വ്യക്തമായൊരു നിഗമനത്തിലേക്ക് നമുക്ക് വരാം. ഈ പാകിസ്ഥാനെ മാത്രമല്ല, മുന്നിൽ വരുന്ന ഏത് വമ്പന്മാരെയും ഈ ഇന്ത്യൻ പട നിഷ്പ്രയാസം തകർത്തെറിയും. 2026 T20 ലോകകപ്പ് ആര് നേടുമെന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ, അത് നമ്മുടെ സ്വന്തം ഇന്ത്യയാണ്. ലോകമെമ്പാടുമുള്ള പ്രമുഖ ക്രിക്കറ്റ് വിദഗ്ധരും സാക്ഷാൽ രവി ശാസ്ത്രിയെയും സുനിൽ ഗവാസ്കറിനെയും പോലെയുള്ള ഇതിഹാസങ്ങളും മാത്രമല്ല, എന്തിന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സിസ്റ്റങ്ങൾ പോലും പ്രവചിക്കുന്നത് ഇന്ത്യയുടെ അനിഷേധ്യമായ കിരീടധാരണമാണ്. ടൂർണമെന്റിലെ തോൽവി അറിയാത്ത ഈ കുതിപ്പ്, ഇഷാൻ കിഷന്റെയും കൂട്ടരുടെയും പേടിപ്പെടുത്തുന്ന ബാറ്റിംഗ്, ബുംറയുടെ നേതൃത്വത്തിലുള്ള മാരകമായ ബോളിംഗ് നിര, ഇതൊക്കെ കാണുമ്പോൾ ഒരു കാര്യം 100% ഉറപ്പാണ്. 2024 പിന്നാലെ തുടർച്ചയായ 2ാം തവണയും ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് ആ ലോകകപ്പ് കിരീടം വാനിലുയർത്തും. ഇത് വെറുമൊരു പ്രവചനമല്ല, വളരെ വേഗം സംഭവിക്കാൻ പോകുന്ന ചരിത്രമാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, ഇന്ത്യയുടെ ഈ ചരിത്ര വിജയത്തെക്കുറിച്ചും പാക് ക്യാപ്റ്റന്റെ
അഫ്ഗാന്റെ ഈ തുറന്നു പറച്ചിലിനെക്കുറിച്ചും നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ബാബർ അസമിനെയും ഷഹീനെയും ടീമിൽ നിന്ന് പുറത്താക്കേണ്ട സമയം അതിക്രമിച്ചോ? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പാകിസ്ഥാൻ എൻഡ് എന്ന് ടൈപ്പ് ചെയ്ത് പങ്കുവയ്ക്കുക. ഞങ്ങൾ ഓരോ കമന്റും വളരെ ശ്രദ്ധയോടെയാണ് വായിക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.